ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലക്കി ബാംബു എന്ന പ്ലാന്റിൻ്റെ വീഡിയോയുമായിട്ടാണ്. 3 വെറൈറ്റി ലക്കി ബാംബു ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതോടൊപ്പം ലക്കി ബാംബു എങ്ങനെ പെട്ടെന്ന് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം എന്നും ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഡ്രസീന വിഭാഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് ലക്കി ബാംബു. നമുക്ക് ഇൻഡോറിലാണെങ്കിലും ഔട്ട്സൈഡിലാണെങ്കിലും ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ്. എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കും. ഇത് ലക്കി ബാംബുവിൻ്റെ ഒരു വെറൈറ്റി. ഈ സെൻറ്ററിൽ ഒരു ഡാർക്ക് ഗ്രീനും ഈ സൈഡിലൊക്കെ ലൈറ്റ് ഗ്രീനും വരുന്നത്. പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും, റൂട്ടൊക്കെ വരും. പക്ഷേ ഇത് പെട്ടെന്ന് വളരില്ല, ഫാസ്റ്റ് ഗ്രോത്ത് അല്ല. നമ്മൾ എവിടെയാണോ സെറ്റ് ചെയ്യുന്നത് അവിടെ നമ്മൾ എങ്ങനെയാണോ വളർത്തുന്നത് അതുപോലെ തന്നെ കൂടുതൽ കാലം നിൽക്കും. നമുക്കൊരു ബുഷിയായിട്ട് നിൽക്കാനാണ് ആഗ്രഹമെങ്കിൽ അതുപോലെ കൂടുതൽ കാലം നിൽക്കും. ഇത് ലക്കി ബാംബുവിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. കണ്ടില്ലേ, ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഗ്രീൻ കളറിൽ പിന്നെ സൈഡിൽ വൈറ്റ് കളറാണ് വരുന്നത്. ഇത് അത്രത്തോളം ഹൈറ്റിൽ വളരില്ല, ഒരു കുറ്റിച്ചെടി പോലെ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ്. എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കും, അത്രത്തോളം കട്ടി വരില്ല ഇതിൻ്റെ സ്റ്റെമ്മിന്. ഏത് ചെറിയ പോട്ടിലാണെങ്കിലും ഈ ഗ്ലാസ് ജാറുകളിലൊക്കെ ബൗളിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു നല്ല പ്ലാന്റാണ്. ലക്കി ബാംബു പൊതുവെ ഡ്രസീനിയ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. അതുപോലെ ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഡ്രസീന സാൻഡേരിയാന എന്നാണ്. ഇവ ബെൽജിയൻ എവർഗ്രീൻ എന്നും റിബൺ പ്ലാന്റ് എന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട്. നമുക്ക് ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ ഈ പ്ലാന്റ് പറ്റും. അതുപോലെ അത്രത്തോളം കെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് കൂടിയാണിത്. ഇത് മണ്ണിൽ നമുക്ക് വളർത്താവുന്നതാണ്, പോട്ടിലല്ലാതെ വെറും മണ്ണിലും നമുക്ക് വളർത്താവുന്നതാണ്. അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നനച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആഴ്ചയിൽ 1-2 പ്രാവശ്യം മാത്രം നനച്ച് കൊടുത്താൽ മതി. അതുപോലെ മറ്റൊരു വെറൈറ്റിയാണിത്. ഗ്രീൻ കളറിനാണ് വരുന്നത്, വേറെ ഷെയ്ഡൊന്നും വരുന്നില്ല. ഇതിൻ്റെ പിറകുവശത്തും ഇതേപോലെ ലൈറ്റ് ഗ്രീൻ കളർ തന്നെയാണ് വരുന്നത്. ഈ 3 വെറൈറ്റിയിലും ഏറ്റവും പെട്ടെന്ന് റൂട്ട് വരുന്ന ഒരു വെറൈറ്റിയാണിത്. ഇത് നമുക്ക് വെറും മണ്ണിലും വളർത്താം, അതുപോലെ പോട്ടിലും വളർത്താം, ഇൻഡോറിലും വളർത്താം. ഇൻഡോറിൽ ഒരു കുഴപ്പവുമില്ലാതെ, ഒരു കളറ് മാറാതെ നല്ല ഫ്രഷായിട്ട് വളർത്തുവാൻ പറ്റിയ ഒരു പ്ലാന്റാണിത്. ഡൈനിങ് ടേബിളിലാണെങ്കിലും അതുപോലെ TV സ്റ്റാൻഡ് അതുപോലെയുള്ള ഭാഗങ്ങളിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടിയാണിത്. ഇത് നമുക്ക് ഇതിൻ്റെ തണ്ട് പല ഷേപ്പിൽ, നമുക്ക് പല ആകൃതിയിൽ ഇത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇൻഡോറിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം വാർന്നു പോകുന്ന മണ്ണായിരിക്കണം. അതുപോലെ ചകിരിച്ചോറും ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതല്ല വെള്ളത്തിലാണ് നമുക്ക് വളർത്തുന്നതെങ്കിൽ, ഞാൻ കൂടുതലായിട്ടും ഇൻഡോറിൽ വെള്ളത്തിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. വെള്ളത്തിൽ പെട്ടെന്ന് റൂട്ട് വരുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം. വെള്ളത്തിൽ നമുക്ക് ഇത് കട്ടിങ്സ് എടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പെട്ടെന്ന് തന്നെ വേരുകൾ വരികയും അതുപോലെ തന്നെ വേരുകൾ വന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മണ്ണിലോട്ട് മാറ്റി നടാവുന്നതാണ്. എത്ര ചെറിയ പോട്ടിലും ഇത് നമുക്ക് വളർത്തിയെടുക്കുവാൻ പറ്റും. ഇത് ബുഷിയായിട്ട് വളരണമെങ്കിൽ ഇതിൻ്റെ സ്റ്റെം കട്ട് ചെയ്ത് കൊടുത്ത് നിലനിർത്തിയാൽ മതി. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ പുതിയ ശാഖകൾ വന്നിട്ട് ഇതുപോലെ നിൽക്കും. ഇത് മണ്ണിൽ വെച്ചിട്ട് റൂട്ട് വരുന്നതിനേക്കാൾ എത്രയോ പെട്ടെന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ചാൽ റൂട്ട് വരുന്നതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ വെള്ളത്തിൽ നമ്മൾ വെക്കുമ്പോൾ ഇതിൻ്റെ ഇലകൾ വെള്ളത്തിൽ ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. വെള്ളത്തിൽ തട്ടാത്ത രീതിയിൽ തണ്ടുകൾ മാത്രം വെള്ളത്തിൽ വെച്ചിട്ട് നമുക്ക് വേരുകൾ വരുത്താവുന്നതാണ്. അതുപോലെ മണ്ണിലും ഇവ നമുക്ക് ഡയറക്റ്റായിട്ട് വളർത്താവുന്നതാണ്. ഇതുപോലുള്ള കട്ടിങ്സ് എടുക്കുക, ഇതുപോലുള്ള ചെറിയ കട്ടിങ്സ് എടുക്കുക. അത് അധികം മൂപ്പ് വേണമെന്നൊന്നുമില്ല. ഇതുപോലുള്ള ചെറിയ ശാഖകൾ വരുമല്ലോ, അതുപോലുള്ള കട്ടിങ്സ് എടുത്തതിന് ശേഷം നമുക്ക് വെള്ളത്തിലൊക്കെ വെച്ചിട്ട് ഇതിന് റൂട്ട് വരുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലക്കി ബാംബു ഇഷ്ടമാണ് എന്ന് വിചാരിക്കുന്നു. മിക്ക ആൾക്കാരും ഇത് വളർത്തുന്നുണ്ട്. കാരണം അത്രത്തോളം ഫ്രഷായിട്ട് വലിയ കെയറിങ് ഒന്നും ഇല്ലാതെ വളരുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ
എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആയിരിക്കും. ഇതുപോലെ കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് ഗ്ലാസ്സുകളിലൊക്കെ വളർത്താവുന്നതാണ്. ഇതുപോലെ ഗ്ലാസ്സിലിട്ട് വെച്ചത് മുൻപ് ഞാൻ വെച്ചിട്ടുള്ളതും കൂടെ കാണിക്കാം. റൂട്ട് വന്നത് കാണിക്കാം. ഇതുപോലെ റൂട്ടുകൾ വരും. പെട്ടെന്ന് തന്നെ റൂട്ടുകൾ പിടിച്ച് കിട്ടുന്നതാണ്. ഇങ്ങനെ റൂട്ടുകൾ വന്നതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് മാറ്റി മണ്ണിലോട്ട് നടാവുന്നതാണ്. ചകിരിച്ചോറ് ചേർത്തിട്ടുള്ള ഒരു പോട്ടി മിക്സ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇൻഡോറിൽ വെക്കുമ്പോൾ ചെറിയ ഒരു ഈർപ്പം മണ്ണിലുണ്ടാവുന്നത് നല്ലതാണ്. നമ്മൾ ടോപ്പ് സോയിൽ നോക്കുമ്പോൾ അറിയാലോ. അപ്പോൾ അതിൽ ഈർപ്പമുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഇത് ഒട്ടും നശിക്കാതെ നിൽക്കുന്നതാണ്. ഇതിൻ്റെ ചുവട്ടിൽ നിന്നും പുതിയ തൈകൾ വരും. ഇതൊരു ഗ്ലാസ്സിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഏതൊരു പോട്ടിലും നമുക്ക് വളർത്താം. ഗ്ലാസ് ബൗളിലൊക്കെ വളർത്തിയാൽ നല്ല ഭംഗി തന്നെയായിരിക്കും. അപ്പോൾ ലക്കി ബാമ്പു നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലക്കി ബാമ്പു ഒരു ബെസ്റ്റ് എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആണെന്ന് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ചൈന തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ലക്കി ബാമ്പു ലക്കി പ്ലാന്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗാർഡനിൽ ലക്കി ബാമ്പു വളർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.